സുബൈർ ഓന്റെ ചങ്ങായിമാരെയും കൂട്ടി ഇന്നലെ എവിടെയാ പോയി പെണ്ണെടുക്കുന്നത്. ഓന് പറ്റിയെന്നും പറഞ്ഞിരിക്കുന്നു. ആ സ്ഥിതിക്ക് പെണ്ണുങ്ങൾ ആരാൻ പോയി കുട്ടി നിന്നോട്ടെ. എന്തേ അതാ നല്ലത്. 1.5 മാസം ഇപ്പം തന്നെ കഴിഞ്ഞ്. കുറച്ചും കൂടി നേരത്തെ നോക്കണ്ടേ ഇനി. കല്യാണം ഒരു പേരും കല്യാണം തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, നാട്ടുകാരൊക്കെ ഞെട്ടണം. നാട്ടുകാർ ഞൊട്ടും. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്. പറയണത് കൊണ്ട് ഒന്നും തോന്നരുത്. സംഗതി നാട്ടിൽ എങ്ങനെയോ ലീക്കാവും. ഓന്നയ്യേ ഓന്റെ ലീക്ക്. ഓന്റെ ലീക്ക് മാറൂല. ഈ ലീക്ക് യാതൊരു അനക്കവും ഇല്ലല്ലോ. ഇങ്ങോട്ട് വരികയില്ല. വരി. എന്തോ പറഞ്ഞ് പറ്റിച്ചാൻ കൊണ്ടുപോകാൻ. അല്ല ഇങ്ങക്ക് തീരെ എന്തോല്ലേ? സുബൈർ ഇപ്പൊ പെണ്ണ് കിട്ടിയ ഇവിടെ എന്താ കഥ? എന്താ കഥ? കല്യാണത്തിന് നല്ല അടിപൊളി ബിരിയാണി തിന്നു. മാത്രല്ല കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഒരാഴ്ച മുമ്പ് തന്നെ നമുക്ക് ഇവിടെ വന്ന് കൂടാ. വീട്ടിലെ ചെലവ് ചുരുങ്ങും. തീർന്നില്ല. സുബൈറിന് ഡ്രസ്സ് എടുക്കുമ്പം ആ കെയർ ഓഫിൽ ഓരോ കൂട്ടം ഞമ്മക്കും എടുക്കാം. എടാ പൊട്ടനടിയ, അതല്ല ഞമ്മള് പറയണത്. സുബൈർ പെണ്ണ് കെട്ടിയാ പിന്നെ അവന്റെ താല്പര്യമൊക്കെ പെണ്ണുങ്ങളോടും ഓളെ കൂട്ടക്കാരോടും ആയിരിക്കും. ഞമ്മള് പുറത്താവും. അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവും. ഞമ്മക്ക് പെരപ്പണി തുടങ്ങണ്ടേ? കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞമ്മളെ മക്കളെ കെട്ടിക്കണ്ടേ? എങ്ങനെയെങ്കിലും ഒരു വിസ തരപ്പെടുത്തി ഞമ്മക്കൊന്ന് അക്കരെ പോണ്ടേ? ഒക്കെ പോട്ടെ. ഓനിപ്പൊ പെണ്ണ് കിട്ടിയാലേ ഇപ്പൊ കിട്ടുന്ന വട്ടച്ചെലവിന്റെ കായുണ്ടല്ല, അതൊരു കാലത്തും കിട്ടൂല. ഞമ്മക്കിപ്പോ എന്താ ചെയ്യാൻ കഴിയാ? കല്യാണം മുടക്കണം. ഓരോ വരവിലും എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് കല്യാണം നീട്ടിക്കൊണ്ടുപോകണം. അളിയന്മാരെന്ന നിലയ്ക്ക് അത് നമ്മളെ ബാധ്യതയാ. പക്ഷെ ഇതെങ്ങനെയോ അവിടെ ലീക്കാവുന്ന എനിക്ക് തോന്നുന്നത്. ഇല്ലടാ കൂട്ടാ. കല്യാണം എങ്ങനെ മുടക്കും? നമ്മളെ കെട്ടോളന്മാരെ അപ്പാടിയ പെണ്ണിനോൾക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാ മുടങ്ങിയില്ലേ? അതിനോല് സമ്മതിക്കോ? സമ്മതിക്കൊന്നോ? നമ്മളെ പെണ്ണുങ്ങൾ ഏതാ മുതൽ